ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ചിക്കൻ റോസ്റ്റ് കണ്ടാലോ? ചിക്കൻ റോസ്റ്റ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാം. ഇത് 1.25 കിലോ ചിക്കൻ, പിന്നെ അതിൻ്റെ മസാലകൾ: 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഇത് പെരുംജീരകപ്പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ എരിവുള്ള മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ. ഇതിൽ കൂടി കാശ്മീരി മുളക് പൊടി 1.5, ഞാനത് ഇതിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ കാണിക്കാം, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. അടുത്തത് വേണ്ടത് കറിവേപ്പില 2 തണ്ട്, ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി 3ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ, പിന്നെ വെളുത്തുള്ളി 5 അല്ലി, പക്ഷെ ഇത് ഇച്ചിരി വലിയ അല്ലിയാണ്, അതുകൊണ്ട് 5 അല്ലി വെളുത്തുള്ളി. പിന്നെ ഇത് സവാളയും അല്ല, ഇവിടെ കിട്ടുന്ന ഒരു ചെറിയ ഉള്ളിയുടെ ഒരു ടൈപ്പാണ്, പക്ഷെ കുറച്ചും കൂടെ വലുതായിരിക്കും. അത് ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിൽ ചേർക്കണുണ്ട്, അത് എങ്ങനെ ചേർക്കണം എന്ന് പറയാം. അത് കഴിഞ്ഞ് തൈര് 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ചേർക്കാനുള്ളത്. പിന്നെ ഈ ഉള്ളിയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചിട്ട് വേണം ഇതിൽ ചേർക്കാൻ. അപ്പോൾ ഞാൻ അരച്ച് വന്നിട്ട് ഇതെല്ലാം കൂടി ചേർക്കുന്നത്, പുരട്ടി വെക്കുന്നത് കാണിക്കും. അപ്പോൾ എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അത് അരച്ച് കിട്ടിയിട്ടുണ്ട്. ആദ്യം നാരങ്ങാനീര് ഇങ്ങനെ ഒഴിക്കണം. എടുത്തു വെച്ച നാരങ്ങാനീരാണ് ആദ്യം ഇതിൽ ചേർക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് നമ്മുടെ അളവിന്. അപ്പൊ ആദ്യം ഒന്ന് ചേർത്ത് നോക്കിയിട്ട് പിന്നെ നോക്കിയിട്ട് തന്നെ ആണ് ചേർക്കുന്നത് ഞാൻ, അല്ലാതെ കൂടിപ്പോയാലോ, അതിന് ആദ്യമേ ഒരുപാട് ഉപ്പ് നമുക്ക് ചേർക്കണ്ട. അത് കഴിഞ്ഞിട്ട് ഈ അരച്ച് വെച്ച ഈ സാധനങ്ങൾ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി എല്ലാം കൂടി ഇങ്ങനെയാണ് അരച്ചത്. അരച്ച് വെച്ചത് ഞാൻ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് തൈര് ചിലർ തൈര് മാത്രമേ ചേർക്കാറുള്ളൂ, നാരങ്ങാനീര് ചേർക്കില്ല. ചിലർ നാരങ്ങാനീര് മാത്രമേ ചേർക്കാറുള്ളൂ. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണെന്നറിയാം, കുറച്ച് തൈരും കുറച്ച് നാരങ്ങാനീരും, ഏതെങ്കിലും ഒന്നല്ലല്ലോ, 2 ചെയ്യുന്നതുകൊണ്ട് കുറച്ചായിട്ടാണ് 2 ചെയ്യുന്നത്. പിന്നെ ഈ പൊടികളെല്ലാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പുരട്ടണം. ഇങ്ങനെ പുരട്ടിയിട്ട് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലങ്ങ് വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ കൂടുതലും ഈ റോസ്റ്റ് ചെയ്യുമ്പോൾ കുക്കറിൽ വെക്കാറില്ല. കാരണം ഒന്നാമത് ചിക്കനാണ്, പെട്ടെന്ന് വേവുള്ള സാധനമല്ലേ, അപ്പോൾ കുക്കറിൽ വെക്കേണ്ട കാര്യമില്ല. പിന്നെ കുക്കറിൽ വയ്ക്കാതെ നേരിട്ട് വയ്ക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതലുണ്ടാകുന്നത്. കറിക്ക് പ്രത്യേകിച്ച് ചിക്കനെല്ലാം ടേസ്റ്റ് നന്നായിട്ട് തോന്നുന്നത് നേരിട്ട് വയ്ക്കുമ്പോഴാണ്. ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി അത് വെന്ത് നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റായി വരുമ്പം നല്ല ടേസ്റ്റാണ്. ഈ കറിവേപ്പില ഞാൻ നുറുക്കിയോ പിച്ചിയോ ഒന്നും ഇടാത്തത് കുട്ടികളെടുത്ത് കളയും. അപ്പം അരച്ചങ്ങ് ചേരുമ്പോഴേ ഈ കൂട്ടിൽ കൂടെ ചേർന്നോളും, അവരുടെ ഉള്ളിൽ പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഉള്ളി അരയ്ക്കുന്ന കൂട്ടത്തിൽ ഈ കറിവേപ്പിലയും കൂടെ അങ്ങ് അരച്ച് ചേർക്കുന്നത്. പിന്നെ നമുക്ക് അരച്ച് വയ്ക്കാം. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ ചിക്കന് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. അരമണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, എല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് കാസ്റ്റ് അയണിൻ്റെ പാനാണ്. നോൺ സ്റ്റിക്ക് അധികം ഉപയോഗിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് കാസ്റ്റ് അയൺ ചെയ്യുകയാണ്, അതിലാണ് ചെയ്യുന്നത്. കൂടുതൽ ഇവിടെ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങളാണ്. പിന്നെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു. ഓയിൽ ഇത്രയും എന്ന് പറയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ വരും. പിന്നെ കുറച്ച് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇത് അവക്കാഡോ ഓയിലാണ്. ഇത് നാട്ടിലാണെങ്കിൽ വെളിച്ചെണ്ണയിലാണ്. ഞാൻ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ചേർത്തത്. അപ്പോൾ എല്ലാം പുരട്ടി വന്നപ്പോൾ എനിക്കൊരു നിറക്കുറവ് പോലെ തോന്നി. ഞാൻ അതുകൊണ്ട് 1/2 ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ
2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇത് 2 ചേർത്തപ്പോൾ ഒരു നിറമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെ വെച്ചിട്ട് ഇനി ഹീറ്റ് അല്പം ഒന്ന് കുറച്ച് കൊടുത്താൽ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊരി ഇറങ്ങിക്കോളും. ആ വെള്ളത്തിൽ തന്നെ ചിക്കൻ വേവ്. പിന്നെ കുറച്ചും കൂടി ഓയിൽ വേണമെങ്കിൽ ഒഴിച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് മല്ലിയിലയും തൂക. അത് ലാസ്റ്റിൽ. ഓക്കെ. അപ്പൊ ഞാനിതിനെ ഒന്നിങ്ങനെ അടച്ചു വെക്കട്ടെ. അടച്ചു വയ്ക്കുമ്പോഴാണ് ഈ വെള്ളം, ചിക്കൻ്റെ വെള്ളം ഇതിൽ നിന്ന് അങ്ങ് ഇറങ്ങി പിടിക്കുന്നത്. ഇനി നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ റോസ്റ്റ് ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഈ പാനിൽ വെച്ചിട്ട് ഇങ്ങനെ അടച്ചായിരുന്നല്ലോ നമ്മൾ വെച്ചിരുന്നത്. അങ്ങനെ അടച്ച് അരമണിക്കൂർ ഹീറ്റ് കുറച്ചിട്ട് ഹാഫിലിട്ടിട്ട് അരമണിക്കൂർ, മീഡിയത്തിലിട്ടിട്ട് അരമണിക്കൂർ അങ്ങനെ വെച്ചിരുന്നു. ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കും. അങ്ങനെ വെച്ചപ്പോൾ അത് വെന്ത് സെറ്റായി. പിന്നെ കുറച്ചും കൂടി നേരം, ഒരു 10 മിനിറ്റും കൂടി വെച്ചപ്പോൾ അത് റോസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി സെർവിങ് പ്ലേറ്റിലോട്ട് നമുക്കൊന്ന് മാറ്റാം. മാറ്റിയിട്ട് കുറച്ച് മല്ലിയില ഞാൻ മാറ്റിയിട്ടിരുന്നു. ഇതിൽ മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ. ഞാൻ കുറച്ചിങ്ങനെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കുമ്പോഴേ ഒരു ഭംഗി ഉണ്ടാവേണ്ടേ, അതുകൊണ്ട്. ശരി, അപ്പോൾ ചിക്കൻ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ എല്ലാവരും ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ബൈ.